കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തമ്മിലടി. പുതുതായി ചുമതലയേറ്റ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഓഫീസിലിരിക്കെയാണ് തമ്മിൽത്തല്ല്. മുൻ ഐ.ടി. സെൽ കൺവീനർ സജീവ് എസ് നായർ, മുൻ ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് കരിക്കകം ശ്യാം എന്നിവരുടെ സംഘങ്ങളാണ് തമ്മിൽ തല്ലിയത്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ വരാനുള്ള പുനഃസംഘടനയാണ് നേതാക്കൾ തമ്മിലുള്ള തമ്മിൽത്തല്ലിലേക്ക് നയിച്ചത്. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ മോഹിച്ചുള്ള നീക്കങ്ങൾ നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു. പുനഃസംഘടനയിൽ ആരൊക്കെ പ്രധാന പദവികളിൽ എത്തും എന്നതാണ് സംസ്ഥാന ബി.ജെ.പിയിൽ ഉയരുന്ന തർക്കം. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിലെ പ്രബല വിഭാഗമായ വി. മുരളീധരൻ, സുരേന്ദ്രൻ പക്ഷത്തുള്ള നേതാക്കൾ തന്നെ പുതിയ പ്രസിഡന്റുമായി അടുക്കാനുള്ള നീക്കം സജീവമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ തർക്കം കയ്യാങ്കളി കലാശിച്ചത്. രണ്ട് പ്രബല വിഭാഗം നേതാക്കളാണ് കയ്യാങ്കളിക്ക് നേതൃത്വം നൽകിയത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിനെ സാക്ഷിയാക്കിയുള്ള തമ്മിലടി നടന്നത്. മുൻ ഐ.ടി. സെൽ കൺവീനർ സജീവ് എസ് നായർ, മുൻ ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് കരിക്കകം ശ്യാം എന്നിവരുടെ സംഘങ്ങളാണ് പോർവിളിച്ച് തമ്മിൽ തല്ലിയത്. നേതാക്കളും പ്രവർത്തകരും തമ്മിൽ തല്ലിയിട്ടും രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ ഇടപെട്ടില്ല. മർദ്ദനമേറ്റവർ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. സംഭവം മറച്ചുവെക്കാനുള്ള നീക്കം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നടത്തിയിരുന്നു. മർദ്ദനമേറ്റവർ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ട രാജേശ്വരനായ പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിലും പുനഃസംഘടനയുമായുള്ള തർക്കമാണ് എന്നാണ് ബി.ജെ.പിക്കുള്ളിലെ അടക്കം പറച്ചിൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.